പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫെസസ് ലേഖനത്തിലെ 5:20 അവിടെ വചനം വെളിപ്പെടുത്താണ്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അതായത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഞാനിങ്ങനെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തി, അവർ ഞങ്ങളങ്ങനെ വേദനിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതായത് യേശു ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കർത്താവായി നമ്മുടെ എല്ലാത്തിനും വേണ്ടിയിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായി നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരും. അത്രമാത്രം സ്നേഹസമ്പന്നനായ ഒരു പിതാവ്. അപ്പോൾ യേശുവിനെ ഒരു വ്യക്തി വിളിച്ച് അറിയാതെ തന്നെ അവൻ പിതാവിനെ വിളിക്കുന്നുണ്ട്. അത് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകം. ഈ ത്രിത്വൈക ദൈവം എന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റഡ് ആണ് സഹോദരങ്ങളെ. ഒരു വ്യക്തിയിലേക്ക്, ത്രിത്വൈക ദൈവത്തിൽ ഒരു വ്യക്തിയിലേക്ക്, പിതാവിലേക്ക് അല്ലെങ്കിൽ യേശുവിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അതിനാൽ തന്നെ ഈ 3 വ്യക്തിയിലേക്കും ശരിക്ക് നമ്മുടെ ജീവിതം കണക്റ്റഡ് ആയിരിക്കും. ആനന്ദം ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും, അഭിഷേകം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ഏതൊക്കെ പ്രതികൂലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ശരിക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ. പിന്നെ ആത്മാവ് വരുമ്പോൾ നമുക്ക് ആനന്ദം വരും സഹോദരങ്ങളെ. ആനന്ദം എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുള്ള അവസ്ഥയല്ല. ആനന്ദം പ്രശ്നങ്ങളുടെ മുകളിൽ കയറി നിൽക്കാൻ വേണ്ട അഭിഷേകമാണ് ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, ഈ ഒരു കൃപ, ആനന്ദത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.